വീണ്ടും സ്വാഗതം. ഇത് ഞങ്ങളുടെ കൺസർവേറ്ററി ആണ്, പുതിയതായിട്ട് പണിത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി എൻ്റെ വരെ ഞാൻ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് പറയാം. അതിന് മുമ്പ് ഫിനിഷ് ചെയ്തത് ആദ്യം ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഫുൾ ഗ്ലാസ് ആണ്, ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തണുപ്പ് കാലത്ത് ഒട്ടും തണുപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ ഭിത്തി ആണെങ്കിലും ഡബിൾ ലെയറാണ്, ഇൻസൈഡിൽ ഇൻസുലേഷൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ലൈറ്റ് ഞങ്ങൾ സോളാർ ലൈറ്റ് കൊണ്ടാണ് ഇതിന് ആക്ച്വലി ഈ ലൈറ്റൊക്കെ രാത്രി തെളിയും. സോളാർ ലൈറ്റ് കൊണ്ടാണ് ഈ റൂം നമ്മൾ ഇത് വെട്ടം കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വേറെ ലൈറ്റ് ഉണ്ട്. ഇതൊരു ഹീറ്റിംഗ് ചെറുതായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യം സോഫാർ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പണിത് കഴിഞ്ഞ കൺസർവേറ്ററി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് UK കൺസർവേറ്ററി പണിതത് എന്ന് കാണിച്ചു തരാം. ഇത് 3 മീറ്റർ ആണ് ഇതിൻ്റെ വലിപ്പം. സോ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടുമ്പോൾ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ നല്ല പ്രൈവസി ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണുക. ഇതിൻ്റെ ഗ്ലാസ് വൂൾ എന്നായിട്ട് പറയണേ. നനഞ്ഞിട്ടുണ്ടോ ഭയങ്കരമില്ല. ഇത് ഇങ്ങനെ റോളായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ചെയ്യുന്നത്. ചില ഫ്ലോറിലും ഇത് ഇടും, ഇനിയും തണുപ്പ് അടിയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ഫാമിലി അവരുടെ ഒരു ചെറിയ ഹോം ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ മെഷീനൊക്കെ അവർ കൊണ്ടുവന്ന് ഇത് മിക്സ് ചെയ്യുന്നതാണ്. ഇതിൽ സിമെൻറ്റും പിന്നെ പ്ലാസ്റ്ററൊക്കെ മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ ഇഷ്ടിക ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഹോളാണ്. ഈ സൈഡ് ഇപ്പോൾ നമ്മളിവിടെ വെച്ച് കഴിയുമ്പോൾ ഹോള് ഇല്ലാത്ത സൈഡ് പുറത്തേക്കും ഹോളുള്ള സൈഡ് അകത്തേക്കുമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ തണുപ്പാണ്, ഇടയ്ക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് തണുപ്പ് അകത്തേക്ക് കിടക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അപ്പോൾ പണി ഇതിപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിലാണ്. ഈ വർക്കൊക്കെ കഴിയുമ്പോൾ അവർ മെഷർ ചെയ്തിട്ട് അപ്പ് ഏകദേശം ഇതിൻ്റെ പൊക്കത്തിൽ അവിടെ ഒരു ഇത് കണ്ടുണ്ട്. അതിൻ്റെ പൊക്കത്തിൽ നല്ല ഡബിൾ ഗ്ലാസ് വയ്ക്കും. പിന്നെ ഇവിടെയൊക്കെ ഗ്ലാസ് വിൻഡോസ് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ആകാശം കണ്ട് കിടക്കാൻ പറ്റിയ ഒരു ചെറിയ ലിവിങ് സ്പേസ് വെച്ച് ഹീറ്റിങ്ങൊക്കെ കിട്ടാൻ മാതിരി ഇതെല്ലാം ഇൻസുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഘട്ടം പണി വരുമ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. സോ ഫ്ലോറിങ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. വൈറ്റ് ഫോം ലൈക്ക് മോയിസ്റ്റും തണുപ്പും മുകളിലേക്ക് വരാതെ. പിന്നെ ഡാം പ്രൂഫ് ഷീറ്റ് ബ്ലാക്ക്. പിന്നെ അതിൻ്റെ മീത് കോൺക്രീറ്റ് ഇടുന്നു. പിന്നെ ഫ്ലോറിങ് കംപ്ലീറ്റ് ആണ്. ഇനി മുകളിലേക്ക് റൂഫ് അതൊക്കെ വേറെ ആളുകൾ ചെയ്യുന്നത്. 2 സൈഡും ഇത് ഡാം പ്രൂഫ് വെച്ചിട്ട് 2 ലൈനായിട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. ഇത്ര ഹൈറ്റുണ്ട്. ഇനി അവിടെ ഒരു വിൻഡോ വരും മുകളിൽ 2 സൈഡിലും. പിന്നെ ജോലി ഒരു ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാൻ സാധിക്കും. കോൺക്രീറ്റ് ഇടുന്നത് ഇത്രയും കട്ടിയിലിടുന്നുണ്ട്. പ്രോഗ്രസ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായി നടക്കുന്ന ഇതുവരെ ജോലികൾ എല്ലാം തന്നെ എനിക്ക് വലിയ വർക്ക് ഇഷ്ടപ്പെട്ടു. ഫാബ് സിസ്റ്റമാണ് ഇപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യുന്നത്. ഇവർ ചെറിയ മെഷീൻസൊക്കെ കൊണ്ടുവന്ന് കണ്ട അവിടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ, മെഷീനിലാണ് ഇത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. ചെറിയ ചെറിയ മെഷീനറീസൊക്കെ ഇടയിലുണ്ട്. വെരി ഗുഡ്. സോ വി വിൽ അപ്ഡേറ്റ് ദ പ്രോഗ്രസ്. പ്ലാസ്റ്റർ ബോർഡ് ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പ്ലാസ്റ്ററിന് പകരം പീസ് വെച്ചിട്ട് ലൈക്ക് ടൈൽ ചെയ്യുന്ന പോലെ വരെ പ്ലാസ്റ്റർ ബോർഡ്. ഓക്കെ, ദിസ് ലുക്സ് നീറ്റ്. ജോയിൻറ്റിൽ ഇങ്ങനെ നെറ്റ് പോലെ വയ്ക്കുക. സോ പ്ലാസ്റ്റർ ബോർഡ് ആദ്യം വെച്ചു, ജോയിൻറ്റിൽ ഇങ്ങനെ നെറ്റ് പോലെ വയ്ക്കും. പ്ലാസ്റ്റർ ബോർഡ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കൂടെ. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പശ വയ്ക്കുന്നത്. പ്രോപ്പർ ജോബാണ് അവർ ചെയ്യുന്നത്. ചെറിയൊരു പീസ് എടുത്താണ് ഈ പ്ലാസ്റ്റർ ബോർഡ് എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ. കണ്ടോ, ഇത് 2 ലൈൻ പുറത്തും അകത്തും സാധനമുണ്ട്. നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് ഈ സാധനം
പ്ലാസ്റ്റർ ബോർഡ് എന്ത് മെറ്റീരിയൽ? ഇത് പ്ലാസ്റ്റർ ബോർഡ്. ഇത് പേപ്പറിൽ ഒരു പ്രസ് ചെയ്ത് എടുത്തേക്കാണ്. പേപ്പർ രണ്ട് വശം കാർഡ്ബോർഡ് പേപ്പറാണ്. ഉള്ളിൽ എന്തുവാണ്? ഉള്ളിൽ ചോക്ക് ബോർഡ്. അപ്പം ഇത് വെച്ചാലുള്ള ഗുണം എന്തുവാ? ഇത് വെച്ചാലും തണുപ്പ് വരില്ല, പിന്നെ വേഗം ഇവരുടെ പണി ചെയ്യും. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിനൊക്കെ സുഖം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചാൽ ഈ വശം കണ്ടോ, ഈ വശം നമ്മൾ തണുപ്പ് വിറ്റിയുടെ അവിടെ നിന്ന് ഒട്ടും വരില്ല. ഇവിടെ ഈ വശം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ചൂടാകും, ഭിത്തി ചൂടാകും. അപ്പം ആവശ്യം ഓക്കെ. രണ്ട് വശം. So I want to show in India how we work here. So why you put this pink ribbon there? Yeah, the pink ribbon. For the joints. All right, so it's the like joints don't crack. okay. You know what I mean? Yeah. Anyway, this plaster board looks good. Why you put the plaster on the top? Because it makes it smoother. All right, okay. How long I need to wait for the painting? Couple of days. How many? Couple of days. Couple of days. Okay. Yeah. So if you put the heating on, I don't know whether. Oh, put these on. That's it. Yeah, then we can do it probably tomorrow. Not tomorrow. It might be. Because my son and daughter-in-law coming. Are they painting? Yeah. So I like my conservatory now. It's almost all done. I'm older than you think I am. I don't know. You look 56, 55. Is it right? 51? So this plastering make it more smoother. Okay. Some more, Dave. പിന്നെ അവിടെ കൺസർവേറ്ററി ഡിസൈൻ സ്പീക്കിംഗ് ഇൻ മൈ ലാംഗ്വേജ് now. കൺസർവേറ്ററി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഈ പ്ലാസ്റ്റർ ബോർഡ് ഫിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ എടുത്തായിരുന്നല്ലോ, അത് വൈറ്റ് കാണുന്നത്. ആ കോർണറിൽ നിൽക്കും കാണുന്ന ജോയിൻസ് ആണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കോർണറിലൊക്കെ ഇവർ ഒരു സ്റ്റീലിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനായിട്ട്. പിന്നെ ഇതാണ് കംപ്ലീറ്റ് റൂഫ് എല്ലാം ഇതാണ്, ഗ്ലാസ് ആണ്. ഇത് ഞങ്ങൾ കോൺട്രാക്ട് കൊടുത്ത് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് മെറ്റീരിയൽസ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഇവരുപയോഗിച്ച മെറ്റീരിയൽസ് ഇതാണ്. ഈ പ്ലാസ്റ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനം വെച്ചിട്ടാണ് ഇവർ ഈ പേസ്റ്റ് ഉണ്ടാക്കിയത്. അത് പ്ലാസ്റ്റർ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മീതെ ചെയ്യാനായിട്ട്. യു ടേക്കൺ ഓൾ ദി തിങ്സ് ഔട്ട്. ഓക്കെ, എന്തിനാണ് സ്പേസ് വിടുന്നത് ഇവിടെ? ചൂട് പോകാനും ഡാമ്പ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ബോർഡ് വെച്ചപ്പോൾ ഇവർ ഇത്ര അല്പം ബോർഡിൻ്റെ ഇത് കണ്ടോ, അത്ര സ്പേസ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പം ബ്ലസ്സം പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ ചൂട് ഇതിനകത്ത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോൾ ഡാമ്പൊക്കെ വരില്ല. ഓക്കെ, ഡാമ്പ് വരാതിരിക്കാനാണ് അങ്ങനത്തെ സ്പേസ് ഇടുന്നത്. അപ്പോൾ ഇത് ചുരുങ്ങി വികസിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈർപ്പം എസ്കേപ്പ് ചെയ്തോളും, അവിടെ ട്രാപ്പ് ആവില്ല. അതിനാണ് ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ചെയ്തിട്ട്. ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പ്ലാസ്റ്റർ ബോർഡിൻ്റെ മീതെ ഒരു പ്ലാസ്റ്ററിങ് ചെയ്തു. ഇനിയും നമ്മളിത് ഉണങ്ങിക്കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. ഈ കോർണറിലൊക്കെ സൂക്ഷിച്ചിട്ട് ഒരു മെറ്റലിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്, അതായത് കോർണറൊന്നും നമ്മൾ നടന്നു പോകാതിരിക്കാൻ. മെറ്റലിൻ്റെ പീസ് ഞാൻ കണ്ടില്ല. മെറ്റലിൻ്റെ പീസ് കണ്ടില്ലേ? കാണിച്ചതാ. ഇങ്ങനത്തെ മെറ്റലിൻ്റെ പീസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഹോളൊക്കെ കണ്ടോ? ഇത് കോർണറിലേക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റർ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കോർണറിൽ ടച്ച് ചെയ്താൽ അത് അടന്നു പോവില്ല. അതിൻ്റെ കോർണറിന് നല്ല ഒരു ഷേപ്പും കിട്ടും, നല്ല ഷാർപ്പ്നെസ് കിട്ടും. ഇത് പ്രൊഫഷണൽ പ്ലാസ്റ്ററിങ് പീപ്പിളാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൺസർവേറ്ററി ഇനി പെയിൻറ്റിങ്ങും ഫ്ലോറിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ. ഫ്ലോറിങ് ചെയ്യുമ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ മാത്രമേ മരം ഇടാൻ പാടുള്ളൂ, ഉള്ളിലേക്ക് കയറ്റിയിടാൻ പാടില്ല. കാരണം അങ്ങനെ കയറ്റിയിട്ടാൽ അവിടെ സ്പേസ് ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്കേർട്ടിംഗ് ബോർഡ് അതിൻ്റെ മീത് വയ്ക്കും. അപ്പോൾ ജോബ്ഡാണ്. ഹലോ, കൺസർവേറ്ററിയുടെ പണി മേൽക്കൂരെല്ലാം കഴിഞ്ഞു. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ കാണിച്ചായിരുന്നല്ലോ, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലോറിങ് നമ്മൾ സ്വന്തം ചെയ്യുന്നു. നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിലുള്ള ഉള്ളിലേക്ക് മുട്ടിച്ചിലിട്ടാൽ ഡാമ്പ് ഭയങ്കര കീറും. അവിടെ സ്പേസ് വേണമെന്നുള്ളതാണ്, ബ്രീത്ത് ചെയ്യാനും പറ്റും. പിന്നെ അപ്പം അങ്ങനെ മുട്ടിച്ചിടാതെ നമ്മൾ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ചെറിയ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ ഇടുമ്പോൾ ഇത് ജോയിൻ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ നല്ല സ്പേസ് വരും. പിന്നെ ഇതാണ് ഈ ബോർഡ്. അത് കുറച്ച് അൺഈവൻ ഫ്ലോർ ആണെങ്കിൽ ഈ ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നു നമ്മൾ, അപ്പം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അത്രയും ഒരു സ്പേസ് കിടന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ സ്കേർട്ടിംഗ് ബോർഡ് ഇതിൻ്റെ മീത് വയ്ക്കുമ്പോൾ അത് വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മരം ഉപയോഗിക്കരുതെന്ന് അവർ പറയുന്നത്. കാരണം ഒത്തിരി വെയിൽ മുകളിൽ നിന്ന് വരുമല്ലോ, അപ്പോൾ ഇത് വികസിക്കാൻ ചുരുങ്ങുകയും ചെയ്യും. സോ ബെറ്റർ ടു യൂസ് ദിസ് ടൈപ്പ് ഓഫ് വിനൽ ഫ്ലോറിങ്ങോ അല്ലെങ്കിൽ ലാമിനേറ്റ് ഫ്ലോറിങ്ങോ. ഓക്കെ, ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയില്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്നത്. ടൈൽസ് ഇടാൻ കുറച്ചുകൂടി എളുപ്പം, പക്ഷേ സെറാമിക് ടൈലൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്ത് ആണ് ചെയ്യുന്നത്. എവിടെ പൊക്കി പിടിക്കണ്ട? ഇവിടെ അല്ലേ? ഇത് ഓൾമോസ്റ്റ് ഇവിടെ ഇച്ചിരി കൂടെ തള്ളാൻ കേട്ടാ. ഇത് ഈ ജോയിന്റ് ഇത് ഫ്ലോറിങ്ങിൻ്റെ മീതെ സ്കേർട്ടിംഗ് ബോർഡ്. ഇത് ബ്ലൂ കളർ, ലൈറ്റ് ഗ്രേ കളർ കണ്ടോ? അതിങ്ങനെ 4 ചുറ്റും വെച്ച് കൊടുക്കുമ്പോൾ ആ സ്പേസ് നമ്മളിട്ടത് നോട്ട് ചെയ്യില്ല. ആണ് സ്കേർട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ എന്തെങ്കിലും അറിവുകളൊക്കെ ആയിട്ട് എനിക്കറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ എനിക്ക് ഉദ്ദേശമുള്ളൂ. നമുക്ക് പിന്നെയും കാണാം. ഇന്നത്തേക്ക് ബൈ ബൈ, സീ യു അഗെയിൻ.